Good afternoon, dear students. നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻസിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിൽ ഇതുവരെ നമ്മൾ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കഴിഞ്ഞു. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം, 15 മാർക്ക് ഒരു ചോദ്യമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ. കാരണം നമുക്ക് രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്, ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, മോഡേൺ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ മോഡേൺ മെത്തേഡ്സിൽ നമ്മളതിന് DCF മെത്തേഡ്സ് എന്നാണ് പറയുന്നത്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ്. അപ്പോൾ അതിനകത്ത് ഒരു പ്രോജക്റ്റിന്റെ ക്യാഷ് ഇൻഫ്ലോസ് ഒക്കെ കിട്ടുന്ന ഫ്യൂച്ചറിലാണ്. അപ്പോൾ അതിനൊരു ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ കൺസിഡർ ചെയ്യും. കാരണം ഇന്ന് കിട്ടുന്ന ഒരു രൂപ എല്ലാം നാളത്തെ അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു രൂപ കിട്ടുന്ന സാധനം ചിലപ്പോൾ നാളെ നമുക്ക് ഒരു രൂപ കിട്ടില്ല, അതിനടുത്ത വർഷം അതിനെക്കാട്ടി അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ ഓൾസോ. ദാറ്റ് ഈസ് ദ എക്കണോമിക് സിറ്റുവേഷൻ ഓഫ് അവർ കൺട്രി. സോ ദ വാല്യൂ ഓഫ് മണി, ദ പ്രസന്റ് വാല്യൂ ഓഫ് മണി ഈസ് we can say decrease. അപ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള മെത്തേഡ്സിനെയാണ് നമ്മൾ DCF മെത്തേഡ്സ് എന്ന് പറയുന്നത്. DCF മെത്തേഡ്സ് മീൻസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് NPV, നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. അപ്പോൾ ഒരു 15 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് ഇപ്പോൾ ഇത് പുതിയ നമുക്കറിയാലോ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ പുതിയ സിലബസിൽ പെട്ട ഒരു ചാപ്റ്ററാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ചോദ്യം NPV എന്ന് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യും. ഓക്കെ സോ ലെറ്റ് മീ ബിഗിൻ ദ ഏരിയ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. ഹൗ ടു calculate the net present value of the project and make a decision regarding its acceptance or rejection. Okay, so let me press it. Okay, so net present value method, so that is the DCF. As I said, it is a modern technique or a modern method that is used for evaluating a project in capital expenditure for a long-term project. Okay, what is net present value? Net present value is a time-adjusted method of capital budgeting that considers the time value of money. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഇതിനകത്ത് നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, മണിയുടെ ഒരു ടൈം വാല്യൂ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം ഫ്യൂച്ചറിലാണ് പ്രോജക്റ്റിന്റെ റിട്ടേൺസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആ മണിയുടെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഡിക്രീസിനനുസരിച്ച് നമ്മുടെ ആ ഇൻഫ്ലോസിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വി ആർ കൺസിഡറിങ് ദ പ്രസന്റ് വാല്യൂ ഓൺലി. ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഓൾസോ കൺസിഡർ. അല്ലെങ്കിൽ നമ്മൾ ആ മണി വാല്യൂവിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് 1 rupee earned today is not equal to 1 rupee earned tomorrow. സോ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്ന് 1 രൂപ, നാളെ അത് 90 പൈസ, പിന്നെ അത് 80 പൈസയാവും. അങ്ങനെ ദാറ്റ് ഈസ് എ ഡിക്രീസിങ് ട്രെൻഡ് ഈസ് ദേർ. സോ വി ആർ കൺസിഡറിങ് ദാറ്റ് ഓൾസോ ഇൻ ദിസ് NPV മെത്തേഡ്. NPV എന്ന് പറയുന്നത് NPV is equal to present value of cash inflows minus present value of cash outflow. നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഫ്ലോസിന്റെ അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂവിൽ നിന്നും നമുക്ക് ചിലവായ ക്യാഷ് ഔട്ട്ഫ്ലോവിന്റെ പ്രസന്റ് വാല്യൂ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് NPV എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഫ്ലോസ് കൂടുതലും ഔട്ട്ഫ്ലോസ് കുറവാണെങ്കിൽ വി വിൽ ഗെറ്റ് പോസിറ്റീവ് NPV. ഇൻഫ്ലോസ് കൂടുതലും ഈ കിട്ടുന്ന വാല്യൂവിൽ ഇൻഫ്ലോന്റെ എമൗണ്ട് കൂടുതലും ഔട്ട്ഫ്ലോന്റെ എമൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് NPV ആണ്. സോ ദാറ്റ് പ്രോജക്റ്റ് ഈസ് അക്സെപ്റ്റബിൾ. അതല്ല തിരിച്ചാണ് വരുന്നതെങ്കിൽ NPV ഈസ് നെഗറ്റീവ്. അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ റിജക്ട് ചെയ്യണം. ഇഫ് എ പ്രോജക്റ്റ് ഈസ് ഹാവിംഗ് NPV with a negative value, it should be rejected. അത് റിജക്ട് ചെയ്യണം, കാരണം അത് നമുക്കൊന്നും തരുന്നില്ല. സോ അതിൽ സ്റ്റെപ്സ് പറയുന്നത്, ഒന്ന് നമുക്ക് ടൈം വാല്യൂ കണ്ടെത്തണം, നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി കണ്ടെത്തണം. അപ്പൊ അതിനുവേണ്ടി there is a discount rate, that is the existing rate of return. സാധാരണ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കും. സോ that will be given in the question. ചിലപ്പോൾ 10%, 15%, 8% എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കും. അപ്പൊ ആ വാല്യൂ വെച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ഇൻഫ്ലോസിനെയും ഔട്ട്ഫ്ലോസിനെയും ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട്, ഫ്യൂച്ചറിലുള്ള ഇൻഫ്ലോസിനെയും ഔട്ട്ഫ്ലോസിനെയും എന്ത് ചെയ്യാനായിട്ട് ഡിസ്കൗണ്ട്. അപ്പൊ അതിൽ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കും, നമ്മളത് ഡിറ്റർമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് അറ്റ് വിച്ച് ദ ക്യാഷ് ഇൻഫ്ലോസ് ആർ ടു ബി ഡിസ്കൗണ്ടഡ്. ഓക്കെ,
രണ്ടാമത് ആ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് കമ്പ്യൂട്ട് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ്. നമുക്കുള്ള ഇൻഫ്ലോസിന് ഇപ്പൊ 5 വർഷം ലൈഫുള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ 5 വർഷത്തെ ഇൻഫ്ലോ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ഇൻഫ്ലോസിന്റെ കറക്റ്റ് വാല്യൂ കാണുക, പ്രസന്റ് വാല്യൂ കാണുക, ഈ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് നമ്മൾ അതിനെ PV ഫാക്ടർ എന്ന് പറയും. അത് കണ്ടെത്തുന്ന രീതിയിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് PV ഫാക്ടർ കണ്ടെത്തുക. PV ഫാക്ടർ കണ്ടെത്തുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ആ PV ഫാക്ടറിനെ നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ കിട്ടും. സോ കമ്പ്യൂട്ട് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ആ ക്യാഷ് ഔട്ട്ഫ്ലോസിന്റെയും പ്രസന്റ് വാല്യൂ ചില സമയത്ത് ക്യാഷ് ഔട്ട്ഫ്ലോ ഇനിഷ്യൽ ഇയറിൽ മാത്രം ആവില്ല, ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ സബ്സിക്വന്റ് ഇയറിലും വീണ്ടും നമ്മൾ അതേ പ്രോജക്റ്റിൽ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഔട്ട്ഫ്ലോസിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അതിന്റെയും ഒരു പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സാധാരണ കേസിൽ ഇനിഷ്യൽ ഇയറിലാണെങ്കിൽ അതിനെ ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വർഷം തന്നെയാണ് കോസ്റ്റ് ഉണ്ടായതെങ്കിൽ, ഔട്ട്ഫ്ലോ ഉണ്ടായതെങ്കിൽ അതിനെ ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വരുന്ന വർഷങ്ങളിൽ വീണ്ടും നമ്മൾ അഡീഷണൽ ആയിട്ട് അതിലോട്ട് പ്രൊജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഹാവ് ടു ഡിസ്കൗണ്ട് ദാറ്റ് ഔട്ട്ഫ്ലോ ദാറ്റ് മെയ്ഡ് ഇൻ ദ സബ്സിക്വന്റ് ഇയേഴ്സ്. ദെൻ NPV കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുക. ഇറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അത് വെച്ചിട്ട് PV ഫാക്ടർ കണ്ടെത്തുക. PV ഫാക്ടറിനെ ക്യാഷ് ഇൻഫ്ലോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കാണുക. ഇനിഷ്യൽ ഇയറിലാണെങ്കിൽ there is no need for discounting, but if സബ്സിക്വന്റ് ഇയറിലാണ് വരുന്നതെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോസിന്റെയും പ്രസന്റ് വാല്യൂ നിങ്ങൾ കാണുന്നതായിട്ട് വരും. ദെൻ NPV കാൽക്കുലേറ്റ് ചെയ്യുക. NPV കാൽക്കുലേറ്റ് ചെയ്യുന്ന NPVയുടെ ഫോർമുല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ ആദ്യം കണ്ട ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂയിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് NPV കിട്ടും. ഇഫ് NPV ഈസ് പോസിറ്റീവ് ദ പ്രോജക്റ്റ് ഈസ് ആക്സെപ്റ്റഡ്. നമുക്ക് കിട്ടുന്ന NPV പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ പ്രോജക്റ്റ് അംഗീകരിക്കാം, അത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഷുഡ് ബി റിജക്റ്റഡ്. അത് നെഗറ്റീവ് ആണെങ്കിൽ കിട്ടുന്ന NPV ഇൻഫ്ലോ കുറവും ഔട്ട്ഫ്ലോ കൂടുതലുമാണെങ്കിൽ നെഗറ്റീവ് കിട്ടാം. അപ്പൊ നെഗറ്റീവ് വരികയാണെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റിനെ സമ്മറിൽ റിജക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് ചില സമയത്ത് നമുക്ക് തരുന്ന ക്വസ്റ്റനിൽ രണ്ടോ മൂന്നോ പ്രോജക്റ്റ് ഉണ്ടാവും. അതിൽ ഏതാണ് അക്സെപ്റ്റബിൾ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് എ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ്. ഏതെങ്കിലും ഒന്നേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. A അല്ലെങ്കിൽ B അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, X അല്ലെങ്കിൽ Y നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഏത് പ്രോജക്റ്റ് ആണോ നമുക്ക് ഹയസ്റ്റ് NPV തരുന്നത് ആ പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. ഓക്കെ, സോ വെരി സിമ്പിൾ. ഫസ്റ്റിൽ നിങ്ങൾ ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് PV ഫാക്ടർ കാണുക, ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂസ് കാണുക, ക്യാഷ് ഔട്ട്ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂസ് വേണ്ടി വന്നാൽ കാണുക, NPV കാണാൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കുറയ്ക്കുക. NPV പോസിറ്റീവ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, നെഗറ്റീവ് ആണെങ്കിൽ അത് റിജക്ട് ചെയ്യണം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്ട്സ് ആണ് ക്വസ്റ്റൻ. എയും ബിയും എയോ ബിയോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഒന്നുകിൽ A അല്ലെങ്കിൽ B. അങ്ങനെ വരുന്ന കേസിൽ ഏതാണോ കൂടുതൽ NPV തരുന്നത്, പോസിറ്റീവ് NPV തരുന്നത്, ആ പ്രോജക്റ്റ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇനി നമുക്ക് ആ ചോദ്യത്തിലോട്ട് പോകാം. നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം ഇല്ലുസ്ട്രേഷൻ നമ്പർ 10 നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ പേജ് നമ്പർ 5.22 ഇല്ലുസ്ട്രേഷൻ നമ്പർ 10. അപ്പൊ അതിൽ പറയുന്നത് ഒരു പ്രോജക്റ്റേ ഉള്ളൂ. ആ പ്രോജക്റ്റിന്റെ ഇനിഷ്യൽ കോസ്റ്റ് 70,000 അല്ലെ, 70,000. സോ ദാറ്റ് ഈസ് ക്യാഷ് ഔട്ട്ഫ്ലോ. നമുക്കുണ്ടാവുന്ന ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 70,000. അതിൽ നിന്ന് നമ്മൾ അതിന്റെ ഒരു ലൈഫ് പ്രതീക്ഷിക്കുന്ന ആ പ്രോജക്റ്റിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 4 വർഷമാണ്. നമ്മൾ അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോ 20,000. ദാറ്റ് ഈസ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പേ ബാക്ക് പീരീഡ് പറഞ്ഞപ്പോൾ എന്താ എടുത്തത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. രണ്ടാമത് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ എടുത്തപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ്. But in the case of this cash inflow should be before depreciation and tax. നമുക്ക് തരുന്ന ക്യാഷ് ഇൻഫ്ലോ ഡിപ്രീസിയേഷന് മുമ്പ് ടാക്സിന് മുമ്പ് ഉള്ളതാണ് ഇൻഫ്ലോ എന്ന് പറഞ്ഞത്. ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ആണ് എടുക്കുന്നത് എന്നുള്ള ആലോചിക്കുക. മറ്റിടത്ത് 2 സ്ഥലത്ത് നമ്മൾ പ്രോഫിറ്റ് ആണ് എടുത്തത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ്. ഇവിടെ എടുക്കുന്നത് ക്യാഷ് ഫ്ലോ ബിഫോർ ഡിപ്രീസിയേഷൻ ടാക്സ്. അപ്പൊ ഈ തന്നിരിക്കുന്നത് തന്നെയാണ്. ഇതിൽ നിങ്ങൾ ഇനി വേറെ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡിപ്രീസിയേഷൻ ഒന്നും ആഡ് ബാക്ക് ചെയ്യേണ്ട, ടാക്സ് ഒന്നും കണ്ടെത്തേണ്ട. ഇത് തന്നെയാണ് നമുക്ക് വേണ്ട ക്യാഷ് ഇൻഫ്ലോ. There is no need for any adjustments in cash flows. This is the annual cash inflow 20,000. ഡിസ്കൗണ്ട് റേറ്റ് 10%. ഞാൻ പറഞ്ഞത് NPV സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്, ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ടാണ്. 10% ആണ് ഡിസ്കൗണ്ട് റേറ്റ്. അപ്പൊ ഈ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് കാണേണ്ടത്, യു ഷുഡ് കാൽക്കുലേറ്റ് ദ പ്രസന്റ് വാല്യൂ ഫാക്ടർ കാണേണ്ടത്.
സാധാരണ നിങ്ങളുടെ ക്വസ്റ്റ്യനിലെല്ലാം ഞാൻ കാണുന്നത് ആ ഫാക്ടർ തന്നിരിക്കും. ക്വസ്റ്റ്യനിൽ തന്നെ ഓരോ വർഷത്തെയും ഫാക്ടർ തന്നു, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 0.909, 0.826, 0.751, 0.683 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ തന്നില്ല എങ്കിൽ ഹൗ ടു കാൽക്കുലേറ്റ് നമുക്ക് നോക്കണം. അത് നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ അതൊന്ന് കാണിക്കാം എങ്ങനെയാണ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ മനസ്സിലായി ഡിസ്കൗണ്ട് റേറ്റ് 10% എങ്കിൽ ഒന്നാമത്തെ വർഷം 1 രൂപയുടെ വില എത്രയാണ്, രണ്ടാമത്തെ വർഷം എത്രയാണ്, മൂന്നാമത്തെ. ഇപ്പൊ വാട്ട് ഈസ് ദ amount of 1 rupee in the first year, and at the end of first year, at the end of second year, at the end of third year, and at the end of fourth year, because this project is having 4 years like it. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് യു ഷുഡ് ടേക്ക് ദ കാൽക്കുലേറ്റർ. നിങ്ങളുടെ കാൽക്കുലേറ്റർ കൊണ്ടുപോകാലോ, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക, ആൾ പ്രോഗ്രാംസ് എടുത്തിട്ട് ആക്സസറീസ് എടുത്തിട്ട്, സോ ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റർ. ഇപ്പൊ നമുക്ക് കാൽക്കുലേറ്റർ ഇങ്ങനെ കിട്ടും. ഇപ്പൊ നമുക്ക് വേണ്ടത് 10% എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1.1 അടിക്കുക. 10% ആണെങ്കിൽ 1.1 അടിക്കുക. 15% ആണെങ്കിൽ 1.15 അടിക്കുക. 8% ആണെങ്കിൽ 1.08 അടിക്കുക. 5% ആണെങ്കിലോ 1.05 അടിക്കുക. ഓക്കെ, പ്രസന്റ് വാല്യൂ ഫാക്ടർ കാൽക്കുലേറ്റർ കാണുന്ന രീതി തന്നില്ല എങ്കിൽ, ക്വസ്റ്റ്യനിൽ പി വി ഫാക്ടർ തന്നില്ല എങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. 1.1 അടിക്കുക. 2 പ്രാവശ്യം നിങ്ങൾ ഡിവൈഡഡ് ബൈ അടിക്കുക. 2 പ്രാവശ്യം ഡിവൈഡഡ് ബൈ അടിക്കുക. എന്നിട്ട് ഈക്വൽ ടു അടിക്കുക. ഇത് 1 രൂപ കറണ്ട് ഇയറിൽ എത്രയാണ്? 1 രൂപ എന്ന് പറഞ്ഞാൽ 1 രൂപ തന്നെയാണ്. പക്ഷെ അടുത്ത വർഷം ആവുമ്പോഴോ ആ 1 രൂപ എത്രയായി മാറും? 0.909 ആയി മാറും. അതായത് ഇന്നത്തെ 1 രൂപ 10% റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്താൽ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം അവസാനം, അതായത് ഫസ്റ്റ് ഇയറിലെ അവസാനം നമുക്ക് എത്ര രൂപയുടെ മൂല്യമേ ഉണ്ടാവുള്ളൂ? 90 പൈസയുടെ മൂല്യമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ വർഷം എൻഡിൽ വി വിൽ ഹാവ് 0.826 82 പൈസയുടെ മൂല്യം ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ വർഷം 75 പൈസയുടെ മൂല്യം ഉണ്ടാവുള്ളൂ. നാലാമത്തെ വർഷം 68 പൈസയുടെ. സോ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഈ പ്രസന്റ് വാല്യൂ ഫാക്ടർ ക്വസ്റ്റ്യനിൽ തന്നില്ല എങ്കിൽ യു ജസ്റ്റ് ടേക്ക് യുവർ കാൽക്കുലേറ്റർ ആൻഡ് എന്റർ 1% ഇപ്പൊ 10% ആണെങ്കിൽ 1.1, 5% ആണെങ്കിലോ 1.05, 8% ആണെങ്കിൽ 1.0, 15% ആണെങ്കിൽ 1.15, 20% ആണെങ്കിൽ 1.2 ഡിവൈഡഡ് ബൈ ഈക്വൽ ടു അടിക്കുമ്പോൾ ആദ്യം കറണ്ട് ഇയർ കിട്ടും. പിന്നെ ഉള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ എടുക്കേണ്ടത്. ഓക്കെ, അതാണ് ഈ തന്നിരിക്കുന്ന 90. സോ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ പ്രസന്റ് വാല്യൂ ഫാക്ടർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. ഇനി എങ്ങനെയാണ് എൻ പി വി കാണുന്നത്? അപ്പൊ 4 കോളം നമ്മൾ കൊടുക്കുക. ഫസ്റ്റ് കോളം ഇയർ, സെക്കൻഡ് കോളം ക്യാഷ് ഇൻഫ്ലോ, തേർഡ് കോളം പി വി ഫാക്ടർ, ലാസ്റ്റ് കോളം പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രോജക്റ്റില് നമുക്ക് വർഷത്തിൽ 20,000 രൂപ വെച്ച് 4 വർഷം കിട്ടുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ 1, 2, 3, 4 വർഷം ക്യാഷ് ഇൻഫ്ലോ എല്ലാ വർഷത്തിലും നമുക്ക് എത്ര വെച്ച് കിട്ടുന്നു? 20,000 രൂപ വെച്ച് കിട്ടുന്നു. ആ 20,000ന്റെ പി വി ഫാക്ടർ ആണ് ഓരോ വർഷത്തതും നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഒന്നുകിൽ കാൽക്കുലേറ്റർ വെച്ച് കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാൽക്കുലേറ്റർ എടുക്കേണ്ട ആവശ്യമില്ല, ഇത് പ്രകാരം തന്നെ ചെയ്യുക. ഇപ്പൊ 0.909 ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ 20,000ന് 0.909 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 11,100. അതായത് ഫസ്റ്റ് ഇയർ അവസാനം നമുക്ക് 20,000 രൂപ കിട്ടുന്നത് ഇപ്പോഴത്തെ 11,180 രൂപയ്ക്ക് ഈക്വലാണ്. അന്ന് ഇന്നത്തെ 20,000 രൂപ അടുത്ത വർഷം എത്ര രൂപ ആവുള്ളൂ? എത്രയുടെ മൂല്യമേ ഉണ്ടാവുള്ളൂ? 11,180ന്റെ മൂല്യമേ ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ വർഷത്തിലെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 16,500 രൂപ. അതായത് 20,000ന് അതിന്റെ പി വി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്തത് 20,000ന് 0.75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൂന്നാമത്തെ വർഷത്തെ കിട്ടും. 20,000ന് 0.683 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാലാമത്തെ വർഷത്തെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ആ ലാസ്റ്റ് കോളം എല്ലാം കൂടെ ഒന്ന് ടോട്ടൽ, ദാറ്റ് ഈസ് ദ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. ദാറ്റ് ഈസ് ദ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോസിന്റെ ടോട്ടൽ വാല്യൂ ആണ് ആക്കേണ്ടത്. അപ്പൊ 63,380 കിട്ടും. നമുക്കറിയാം വാട്ട് ഈസ് എൻ പി വി? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കുറയ്ക്കണം. അപ്പൊ അതുകൊണ്ടാണ് അടുത്ത കോളത്തിൽ എഴുതിയത് ലെസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഔട്ട്ഫ്ലോ കുറയ്ക്കുക. 70,000 അല്ലേ പ്രോജക്റ്റിന്റെ കോസ്റ്റ്? അപ്പൊ 70,000 കുറച്ചു. 70,000 കുറച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ക്യാഷ് ഇൻഫ്ലോയെ കാട്ടി കൂടുതലാണ് ക്യാഷ് ഔട്ട്ഫ്ലോ. സോ വാട്ട് ഈസ് നെറ്റ് പ്രസന്റ് വാല്യൂ? -6,620.
ഒരു പ്രോജക്റ്റിന്റെ NPV നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്, അക്സെപ്റ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. If the NPV is negative, that project should be rejected. So this project should be rejected because this project is having a negative NPV of 6,620. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് 15 മാർക്കിന്റെ ചിലപ്പോൾ 15 മാർക്കിന് ചോദിക്കണമെങ്കിൽ ഒരു 5 മാർക്കിന്റെ 4 മാർക്കിന്റെ ഒരു ചോദ്യത്തിലേ ഉള്ളൂ. പക്ഷെ ചില സമയത്ത് ഇത് 15 മാർക്കിന്റെ ചോദ്യത്തിന് ചോദിക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അപ്പൊ 2 പ്രോജക്റ്റ് തന്നിട്ട് ആ 2 പ്രോജക്റ്റിൽ ഏതാണ് ഏറ്റവും പ്രിഫറബിൾ പ്രോജക്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, സോ ദെൻ വി ആർ മൂവിംഗ് ടു ഇല്ലസ്ട്രേഷൻ നമ്പർ 11. ഇനി നമ്മൾ നോക്കുന്നത് 11th ഇല്ലസ്ട്രേഷൻ. ഇപ്പൊ 11th ഇല്ലസ്ട്രേഷനിൽ ക്വസ്റ്റ്യൻ ഈസ് റിഗാർഡിംഗ് എ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ്. 2 പ്രോജക്റ്റ് ഉണ്ട്, പ്രോജക്റ്റ് എക്സ് ഉണ്ട്, പ്രോജക്റ്റ് വൈ ഉണ്ട്. സോ യു വിൽ ഹാവ് ടു ഡിസൈഡ് വിച്ച് പ്രോജക്റ്റ് ഈസ് പ്രിഫറബിൾ. ഈ 2 പ്രോജക്റ്റിൽ ഏത് പ്രോജക്റ്റ് ആണ് പ്രിഫറബിൾ? ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യനകത്ത് യു ഹാവ് 2 പ്രോജക്റ്റ്, 1 എക്സ് പ്രോജക്റ്റ് ആൻഡ് അനദർ വൈ പ്രോജക്റ്റ്. ഈ 2 പ്രോജക്റ്റിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഈസ് 25,000 ഈച്ച്. രണ്ടിന്റെയും കോസ്റ്റ് ഈക്വൽ ആണ്. ഇതിന്റെ ക്യാഷ് ഇൻഫ്ലോസ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്. ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 3 വർഷമാണ് 2 പ്രോജക്റ്റിന്റെയും കാലാവധി. ഫസ്റ്റ് ഇയറിൽ പ്രോജക്ട് എക്സിന് കിട്ടുന്ന 15,000, 10,000, 5,000, പ്രോജക്ട് വൈക്ക് 3,000, 7,000, 20,000. ദെൻ ഡിസ്കൗണ്ട് റേറ്റ് 8%. ഓക്കെ, നോക്കിയാൽ നേരത്തെ 10% അല്ലായിരുന്നു, ഇപ്പൊ ഡിസ്കൗണ്ട് റേറ്റ് പറയുന്നത് എത്രയാണ്? 8%. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് തന്നെ അതിന്റെ PV ഫാക്ടർ 0.926 എന്ന്, 0.857 എന്ന്, 0.794 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നില്ല എങ്കിൽ യു വിൽ ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് യൂസിങ് യുവർ കാൽക്കുലേറ്റർ. അല്ലേ, നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് 1.08 അടിക്കുക, ഡിവൈഡഡ് ബൈ അടിക്കുക, ഈക്വൽ ടു അടിക്കുക. അപ്പൊ ആദ്യം 1 കിട്ടും, പിന്നെ രണ്ടാമത് 0.926 കിട്ടും, മൂന്നാമത് 0.857 കിട്ടും, രണ്ടാമത് 0.857 കിട്ടും, മൂന്നാമത് 0.794 കിട്ടും. ഓക്കെ, അങ്ങനെ തന്നില്ലേ? പക്ഷെ എല്ലാ ക്വസ്റ്റനിലും അത് തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദെയർ, ദിസ് ഈസ് ദ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നതായിട്ട് ഒരൊറ്റ 2 പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ ആദ്യം പ്രോജക്ട് എക്സിന്റെ ഞാൻ കാണുന്നു. പ്രോജക്ട് എക്സിന്റെ ക്യാഷ് ഇൻഫ്ലോ 15,000, 10,000, 5,000 അല്ലേ? അതിന്റെ PV ഫാക്ടർ തന്നില്ലേ, മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ? അപ്പൊ 15,000 × 0.926 ആണ് 13,890. 10,000 × 0.857 ആണ് 8,570. 5,000 × 0.754 ആണ് 3,970. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോസ് കിട്ടുന്നത് 26,430. വാട്ട് ഈസ് ദ ഔട്ട്ഫ്ലോ? 25,000 അല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഔട്ട്ഫ്ലോ 25,000 കുറയ്ക്കുക. സോ യു ഹാവ് എ പോസിറ്റീവ് NPV ഓഫ് 1,430 ഫോർ എക്സ്. ഈ പ്രോജക്ട് എക്സിന്റെ NPV എന്ന് പറയുന്നത് 1,430. അതുപോലെ നിങ്ങൾ പ്രോജക്ട് ഒയ്യുടേതും കാണുക. പ്രോജക്ട് ഒയ്യിന്റെ ക്യാഷ് ഇൻഫ്ലോസ് 3,000, 7,000, 20,000 അല്ലേ തന്നിരിക്കുന്നത്. അതിന്റെ PV ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2,778, 7,000-ന്റെ 5,999 ആവും, 20,000-ന്റെ 15,880 ആവും. ടോട്ടല് 24,657. അതിന്റെ പ്രസന്റ് വാല്യൂ ഔട്ട്ഫ്ലോ എത്ര? 25,000. സോ which is more? Outflow is more, inflow is less. So what is a negative net present value of 343 minus 343 ആണ് നമുക്ക് കിട്ടുന്നത്. So we can say that this project Y is not preferable because it is having a negative NPV. അതുകൊണ്ട് അത് അവിടെ തന്നെ റിജക്ട് ചെയ്യുക. ഏത് അക്സെപ്റ്റ് ചെയ്യുക? ആ പ്രോജക്ട് എക്സ് അക്സെപ്റ്റ് ചെയ്യുക because X is having a positive NPV. So you recommend the management to accept project X based on this NPV method. Clear ആയിട്ടുണ്ടല്ലോ? Yes. Then we move to another illustration number 12. Illustration number 12ന്റെ ഒരു പ്രത്യേകത, അതിനകത്ത് ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരൊറ്റ പ്രോജക്റ്റേ ഉള്ളൂ, ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ആണ്. അതിന്റെ കോസ്റ്റ് 5 ലക്ഷമാണ്. പക്ഷെ അതിനൊരു അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് 1 ലക്ഷം വരുന്നുണ്ട്. അതായത് 5 ലക്ഷം അല്ല നമ്മൾ ചെലവാക്കുന്നത്. വി ആർ ഇൻവെസ്റ്റിംഗ് 5 lakhs ഫിക്സഡ് ക്യാപിറ്റൽ, 1 lakhs വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് 6 ലക്ഷമാണ് ആ പ്രോജക്റ്റിന്റെ. പക്ഷെ ഇത് വർക്കിംഗ് ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോജക്റ്റിന്റെ ലൈഫ് അവസാനിക്കുന്ന സമയത്ത് 4 വർഷമാണ് ഈ പ്രോജക്റ്റിന്റെ ലൈഫ്, 4 വർഷമാണ് കിട്ടുന്നതെങ്കിൽ 4ാമത്തെ വർഷം യു ആർ ഏബിൾ ടു റിക്യൂപ്പ് യുവർ വർക്കിംഗ് ക്യാപിറ്റൽ ബാക്ക്. ആ 4ാമത്തെ വർഷം നമുക്ക് പ്രോജക്റ്റിന്റെ കൂടെ തന്നെ, പ്രോജക്റ്റിന്റെ ലൈഫ് അവസാനിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തും കൂടെ കിട്ടും, വർക്കിംഗ് ക്യാപിറ്റലിലൂടെ മടക്കി കിട്ടും. അപ്പൊ ലാസ്റ്റ് 4ാമത്തെ വർഷം 1,60,000 നമുക്ക് ഏർണിങ്സ് കിട്ടുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അത് കൂടാതെ യു ആർ ഏബിൾ ടു ഡിറൈവ് ദ എമൗണ്ട് യു ഇൻവെസ്റ്റഡ് ഇൻ യുവർ വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ ദാറ്റ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ആ രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്.
അപ്പൊ ഇതിനകത്ത് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ 1 ലക്ഷം ഉണ്ട്. എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ 15% ഡിസ്കൗണ്ട് റേറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ഡിസ്കൗണ്ട് റേറ്റ് പി വി ഫാക്ടർ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ 1.15 ഡിവൈഡഡ് ബൈ ഈക്വൽ ടു അടിക്കുക. അപ്പൊ ആദ്യം 1 കിട്ടും, പിന്നെ അതിന്റെ ഓരോ റേറ്റ് ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതിൽ തന്നിട്ടുണ്ട് 0.870, 0.756, 0.658, 0.572 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തരാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇല്ല എങ്കിൽ ദിസ് ഈസ് ദ മെത്തേഡ്. ഓക്കെ, സോ നൗ ഹൗ ടു കാൽക്കുലേറ്റ് ദ പ്രസന്റ് വാല്യൂ. ഇപ്പൊ ഇവിടുത്തെ ഒരു എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇൻഫ്ലേറ്റ്സ് ദ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റിന്റെ 5 ലക്ഷം അല്ല കോസ്റ്റ്, പ്രോജക്റ്റിന്റെ കോസ്റ്റ് അപ്പൊ 6 ലക്ഷം ആയി മാറും. ഇത് കൂടാതെ 4ാമത്തെ വർഷം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതിന്റെ ഓടൊപ്പം തന്നെ യു ആർ ഏബിൾ ടു ഡിറൈവ് ദ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ യു ഹാവ് ഇൻവെസ്റ്റഡ് ഇനിഷ്യൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ചാൻസും. ഓക്കെ, സോ നമുക്കത് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് 4 വർഷമാണുള്ളത്. അതാണ് 1, 2, 3, 4 എന്ന് എഴുതിയതിന്റെ കാരണം ഈ 4ാമത്തെ വർഷം നമുക്ക് 1 lakhs കൂടെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. 1 lakhs കൂടെ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ക്യാഷ് ഇൻഫ്ലോസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം 1,80,000, 2,35,000, 3 ലക്ഷം, 1,60,000. അതാണ് ആദ്യത്തെ 4 പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. പിന്നെ 4 നിന്നിട്ട് 1 ലക്ഷം എഴുതിയിരിക്കുന്ന ഏതാണെന്ന് മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ദ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ യു റിക്വയർഡ് അറ്റ് ദ എൻഡ് ഓഫ് 4th ഇയർ. 4ാമത്തെ വർഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രസന്റ് വാല്യൂ ഫാക്ടർ എഴുതിക്കുന്നുണ്ട്. 0.870 തന്നിട്ടുണ്ട്, 0.756, 0.658, 0.572 2 പ്രാവശ്യം. കാരണം 4ാമത്തെ വർഷം നമുക്ക് റിട്ടേൺ കിട്ടി, അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. അപ്പൊ അതിന്റെ പ്രസന്റ് വാല്യൂ കാണാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ ഇൻഫ്ലോ എടുത്തു. 6,54,280. വാട്ട് ഈസ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ? ക്യാഷ് ഔട്ട്ഫ്ലോ 5 ലക്ഷം പ്ലസ് 1 ലക്ഷം, ദാറ്റ് ഈസ് 6 ലക്ഷം. വാട്ട് ഈസ് നെറ്റ് പ്രസന്റ് വാല്യൂ? 54,280. പോസിറ്റീവ് NPV അല്ലേ? ആണ്. സോ അക്സെപ്റ്റ് ദ പ്രോജക്റ്റ്. പോസിറ്റീവ് NPV ആയതുകൊണ്ട് നമ്മൾ ആ പ്രോജക്റ്റിന് എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു അഡീഷണൽ പോയിന്റ് കൂടെ വന്നത്, അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഇയറിൽ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വേണം അത് പ്രോബ്ലം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ. ഇനി നമുക്ക് 13ാമത്തെ ഇല്ലസ്ട്രേഷനിലോട്ട് പോകാം. 13ാമത്തെ ഇല്ലസ്ട്രേഷന്റെ പ്രത്യേകത, 2 പ്രോജക്റ്റ് ആണുള്ളത്. പ്രോജക്റ്റ് എയും ഉണ്ട്, പ്രോജക്റ്റ് ബിയും ഉണ്ട്. രണ്ടിനും ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ വ്യത്യാസമുണ്ട്. പ്രോജക്റ്റ് എയുടെ കോസ്റ്റ് 25,000, പ്രോജക്റ്റ് ബിയുടെ കോസ്റ്റ് 30,000. ലൈഫിൽ വ്യത്യാസമുണ്ട്. പ്രോജക്റ്റ് എയുടെ ലൈഫ് 4 വർഷം, പ്രോജക്റ്റ് ബിയുടെ ലൈഫ് 5 വർഷം. പ്രോജക്റ്റ് എക്ക് 4ാമത്തെ വർഷം കഴിയുമ്പോൾ നമുക്കൊരു സ്ക്രാപ്പ് വാല്യൂ 2,000 കിട്ടുന്നുണ്ട്. പക്ഷെ പ്രോജക്റ്റ് ബിന് സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നില്ല. അപ്പൊ എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് പ്രോജക്ട്സ് ആണ്. ഒന്ന് പ്രോജക്റ്റ് എയും പ്രോജക്റ്റ് ബിയും, ദേ ആർ എൻറ്റയർലി ഡിഫറെന്റ്. ഇത് കൂടാതെ വീണ്ടും പറയുന്നു, an additional amount of 10,000 was spent at the beginning of the second year for project B. പ്രോജക്റ്റ് ബിയില് 2ാമത്തെ വർഷം തുടക്കത്തിൽ, അതായത് 1ാമത്തെ വർഷം എൻഡില് അല്ലെങ്കിൽ 2ാമത്തെ വർഷം തുടക്കത്തില് നമ്മൾ ഒരു 10,000 രൂപ കൂടെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രോജക്റ്റ് ബിയില് 30,000 അല്ല കോസ്റ്റ്, 30,000-നോടൊപ്പം ഒരു 10,000 രൂപയും കൂടെ 2ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ മുടക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 30,000 ഇനിഷ്യൽ ഇയറിലും ഉണ്ട്, 10,000 ഫസ്റ്റ് ഇയറിലും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഇയറിലാവുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 10,000-ന്റെ പ്രസന്റ് വാല്യൂ വേണം എടുക്കാനായിട്ട്, ഔട്ട്ഫ്ലോ എടുക്കുമ്പോൾ. അപ്പൊ 10,000-ന്റെ പ്രസന്റ് വാല്യൂ, ഇപ്പൊ ഇതിന് 10% റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിൽ 0.909 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 9,090 എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 39,090. 39,090 കിട്ടിയത് 30,000 ഇനിഷ്യൽ ഔട്ട്ഫ്ലോയും പിന്നെ നമ്മൾ സെക്കൻഡ് ഇയറിന്റെ തുടക്കത്തിൽ 10,000 രൂപ മുടക്കിയതിന്റെ പ്രസന്റ് വാല്യൂ. 10,000-ന്റെ പ്രസന്റ് വാല്യൂ 10,000 × 0.909, കാരണം 10% ആണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് 39,090. അപ്പൊ ഔട്ട്ഫ്ലോയുടെ കേസിൽ അവിടെ ഒരു വ്യത്യാസം വരും. പിന്നീട് ആ 5 വർഷത്തെ ആദ്യത്തെ പ്രോജക്റ്റിന് 4 വർഷം നമുക്ക് ഇത് കിട്ടുന്നുണ്ട്, ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നുണ്ട്. പ്രോജക്റ്റ് ബിക്ക് 5 വർഷം ലൈഫ് ഉണ്ട്, അതിനും നമുക്ക് റിട്ടേൺസ് തന്നിട്ടുണ്ട്. PV ഫാക്ടർ 10% നമുക്ക് തന്നിട്ടില്ലെങ്കിൽ യു നോ ഹൗ ടു കാൽക്കുലേറ്റ് ഇറ്റ് യൂസിങ് എ കാൽക്കുലേറ്റർ. ഇതിപ്പോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം പ്രോജക്റ്റ് എ എടുക്കാം. പ്രോജക്റ്റ് എയില് ക്യാഷ് ഇൻഫ്ലോ 5,000, 8,000, 12,000, 7,000 കൂടാതെ നമുക്ക് 4ാമത്തെ വർഷം തന്നെ 4th ഇയറിൽ തന്നെ, അതിൽ ടെക്സ്റ്റിൽ 5 കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. 4ാമത്തെ വർഷം തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഒരു സ്ക്രാപ്പ് വാല്യൂ കിട്ടും. നമുക്കത് വിറ്റിട്ട് കുറച്ച് പൈസ കിട്ടും.
സോ സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അപ്പൊ 4ാമത്തെ വർഷം യു ആർ ഗെറ്റിംഗ് 2000 സ്ക്രാപ്പ് വാല്യൂ. അപ്പൊ അതിന്റെ പ്രസന്റ് വാല്യൂ ഒരു രൂപയുടെ പ്രസന്റ് വാല്യൂ 0.909 is given in the question, 0.826, 0.751, 0.683, 0.683 ബിക്കോസ് അവസാനത്തെ സ്ക്രാപ്പ് വാല്യൂ 4ാമത്തെ വർഷമാണ് കിട്ടുന്നത്. അപ്പൊ പി വി ക്യാഷ് ഇൻഫ്ലോ കാണുക, ടോട്ടൽ കിട്ടുന്നു 26,312. ക്യാഷ് ഔട്ട്ഫ്ലോയുടെ ടോട്ടൽ 25,000 നമുക്ക് പ്രോജക്ട് കോസ്റ്റ് ആണ്. So what is the net present value plus or positive 1,312. Then രണ്ടാമത്തെ പ്രോജക്റ്റിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസ് 20,000, 15,000, 12,000, 5,000, 2,000. അതുപോലെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രസന്റ് വാല്യൂ ഫാക്ടർ അത് തന്നെയാണ്. അതിന്റെ പ്രസന്റ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടെത്തി ടോട്ടൽ കണ്ടെത്തി 44,239. Then പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കാണുമ്പോൾ 30,000 അല്ല എടുക്കേണ്ടത്, 30,000 എടുക്കണം. നമ്മൾ സെക്കൻഡ് ഇയറിന്റെ തുടക്കത്തിൽ 10,000 സ്പെൻഡ് ചെയ്തു. പക്ഷെ ആ 10,000 സ്പെൻഡ് ചെയ്യുന്നതിന്റെ പ്രസന്റ് വാല്യൂ ഫാക്ടറോടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് 10,000 × 0.90 9,090. അങ്ങനെയാണ് 39,090 അപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് കുറച്ചിട്ട് യു ആർ ഗെറ്റിംഗ് എ നെറ്റ് പ്രസന്റ് വാല്യൂ 5,149. അപ്പൊ ആദ്യത്തെ നെറ്റ് പ്രസന്റ് വാല്യൂ 1,312. രണ്ടാമത്തതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 5,149. അതുകൊണ്ട് തന്നെ പ്രോജക്ട് ബി ഈസ് പ്രിഫറബിൾ ആസ് ഹാവിംഗ് ഹൈയസ്റ്റ് എൽ പി. അല്ലെ, ഇവിടെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട് ഏതാണ്? പ്രോജക്ട് ബി ആണ് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 14 ഇതിൽ എല്ലാ ഇല്ലസ്ട്രേഷനും ഞാൻ ചെയ്യിക്കുന്നത് ഇത് ചോദിക്കാം പരീക്ഷയ്ക്ക് 15 മാർക്ക്. ഇതുപോലത്തെ ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തുള്ള പ്രോബ്ലംസ് തീർച്ചയായിട്ടും 15 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചോദിച്ചാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാനും പറ്റും. സോ ഇല്ലസ്ട്രേഷൻ 15, 14 നമുക്ക് നോക്കാം. ഇല്ലസ്ട്രേഷൻ 14ന്റെ പ്രത്യേകത, ഒരു പ്രോജക്റ്റേ ഉള്ളൂ. ആ പ്രോജക്റ്റ് തുടക്കത്തിലേ പറയുന്നു, നോ പ്രോജക്റ്റ് ഈസ് അക്സെപ്റ്റബിൾ അൺലെസ് ദ yield is 10%. Then cash inflows of a certain project along with cash outflows are given. 10% കൂടുതൽ yield ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഈ 10% തരുന്നതിന്റെ ഉദ്ദേശം ഇത് വെച്ചിട്ട് വേണം ഡിസ്കൗണ്ട് ഫാക്ടർ കാണാനായിട്ട്. ഈ 10% നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയാം, എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം, കട്ട് ഓഫ് റേറ്റ്, ഇങ്ങനെ പല പേരുകൾ അറിയപ്പെടുമ്പോൾ 10% is given because you need to find out the present value of 1 rupee. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ 1.10 909 826 751 അതൊക്കെ കാണാനാണ്. അപ്പൊ അതിനകത്ത് ഇയർ 0 ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2 ലക്ഷം. ഒന്നാമത്തെ വർഷം വീണ്ടും നമ്മൾ ഒരു 30,000 ഇൻവെസ്റ്റ് ചെയ്തു. ഒന്നാമത്തെ വർഷം നമുക്ക് ഇൻഫ്ലോ ആയിട്ട് 30,000 കിട്ടുകയും ചെയ്തു. രണ്ടാമത്തെ വർഷം 40,000, 3 70,000, 4 90,000, 5 60. അപ്പൊ 5 വർഷം ലൈഫുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. അത് കൂടാതെ 5ാമത്തെ വർഷം ഒരു 40,000 രൂപ നമുക്ക് സാൽവേജ് വാല്യൂ കിട്ടുന്നുണ്ട്. 5ാമത്തെ വർഷം യു ആർ ഗെറ്റിംഗ് എ സാൽവേജ് വാല്യൂ ഓഫ് 40,000. ഓക്കെ, സോ സാൽവേജ് വാല്യൂ ഓഫ് 40,000 ഈസ് ദയർ. 40,000 രൂപ നമുക്കൊരു സാൽവേജ് വാല്യൂ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ കാൽക്കുലേറ്റ് എൻ പി വി. അത് വെച്ചിട്ട് എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ടെക്സ്റ്റിലും ഉണ്ട് കേട്ടോ ആ മിസ്റ്റേക്ക്. അപ്പൊ നമുക്കൊന്നുമില്ല, ജസ്റ്റ് നോക്കേണ്ടത് 30,000, 40,000, 70,000, 90,000, 60,000 കഴിഞ്ഞിട്ട് ഒരു വാല്യൂ കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. ഞാനത് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. സി, ബിക്കോസ് ടെക്സ്റ്റിലും ആ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം, കാരണം നമുക്ക് ഇതിനകത്ത് ഒരു സാൽവേജ് വാല്യൂ കൂടെ കിട്ടുന്നുണ്ട്. സോ ഇൻസർട്ട് റോ ബിലോ ഞാൻ എടുത്തിട്ട് 5ാമത്തെ വർഷം തന്നെ 5th ഇയറിൽ in addition to this 60,000 you are getting a salvage value of 40,000 and that should also be discounted at the rate of 0.621. അപ്പോൾ ആ റേറ്റിൽ അതിനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ സി വേർ ഇസ് ദ കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ എടുത്തിട്ട് എക്സസറീസ് കാൽക്കുലേറ്റർ. ഓക്കെ, 40,000 into 0.621. അപ്പൊ നമുക്ക് 24,840 കൂടെ കിട്ടും. 24,840. 24,840 കൂടെ വരുമ്പോൾ 2,11,610 പ്ലസ് 2,11,610 നേരത്തെ ഉള്ളതാണ്. അതിനോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,36,450. 2,36,450. അത് ടെക്സ്റ്റിൽ അത് കൺസിഡർ ചെയ്തിട്ടില്ല. സോ ഹിയർ ദ
ആൻസർ ഈസ് ഓൾസോ നമുക്ക് കിട്ടുന്ന ആൻസറിലും ഡിസിഷനിലും എല്ലാം ഒരു വ്യത്യാസം വരും. 236,450 മൈനസ് 236,450 മൈനസ് 227 227 270. സോ ടെക്സ്റ്റിൽ ആ ഒരു മിസ്റ്റേക്ക് നമ്മളത് കറക്റ്റ് ചെയ്യുന്നു. സോ ദർ ഇസ് എ പോസിറ്റീവ് NPV 9,180. 9,180. അപ്പം ഞാൻ ഇവിടെ പറയാം, ദ പ്രോജക്റ്റ് ഷുഡ് ബി accepted as having പോസിറ്റീവ് NPV. ഓക്കെ, അത് നമുക്കൊന്നുകൂടെ പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ഒരു മിസ്റ്റേക്കാണ് ഞാൻ കറക്റ്റ് ചെയ്തത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് 30,000, 40,000, 70,000, 90,000, 60,000 മാത്രമല്ല കിട്ടുന്നത്. 5ാമത്തെ വർഷം ആ ഒരു ക്വസ്റ്റ്യൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. 5ാമത്തെ വർഷം there is a salvage value. കൃത്യമായിട്ട് പറയല്ലേ, the salvage value at the end of the year is 40,000 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 40,000 ആണ് 5ാമത്തെ വർഷം നമുക്ക് സാൽവേജ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. എന്നിട്ടാണ് NPV കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ സാൽവേജ് വാല്യൂ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്നുള്ളൊരു അസംഷനെ തന്നെ നമുക്ക് ചെയ്യാം. അതല്ല, അത് ശരിയാവില്ല. ഓക്കെ, അത് വിട്ടുപോയത്. സോ അങ്ങനെ വരുമ്പോൾ PV ഫാക്ടർ നമുക്ക് 10% 0.90 നമുക്ക് കണ്ടെത്തി, അതിന്റെ കണ്ടു. ദെൻ പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ എടുക്കുമ്പോൾ നമുക്ക് 2 ലക്ഷം രൂപ ഇനിഷ്യൽ ഇയർ, 0 ഇയറിൽ 2 ലക്ഷം, 1ാമത്തെ വർഷം 30,000. അപ്പൊ 30,000 ഫസ്റ്റ് ഇയറിൽ ആവുമ്പോൾ 0.909 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് 30,000-ന് 0.909 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ എടുത്ത് 2,27,270. സോ ദ പ്രസന്റ് വാല്യൂ ഇസ് പോസിറ്റീവ് ഹിയർ, നോട്ട് ടെക്സ്റ്റ് പ്രകാരം അല്ല, പോസിറ്റീവ് ഹിയർ, ബിക്കോസ് സാൽവേജ് വാല്യൂ ഇസ് നോട്ട് ടേക്കൺ ഹിയർ. സാൽവേജ് വാല്യൂ എടുക്കണം, തീർച്ചയായിട്ടും എടുത്തേ കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്രോജക്റ്റ് നമുക്ക് എന്ത് തന്നെയാണ്, ആക്സെപ്റ്റബിൾ തന്നെ ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ അല്ല നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്ന. PV ഫാക്ടർ കണ്ടെത്തുക മിക്കവാറും ക്വസ്റ്റനിൽ തന്നിരിക്കുകയാണെങ്കിൽ പിന്നെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. തന്നിട്ടില്ല എങ്കിൽ കാൽക്കുലേറ്റർ വെച്ചിട്ട് യു ഫൈൻഡ് ഔട്ട് ദ PV ഫാക്ടർ. ഇൻഫ്ലോസിനെ PV ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ എടുത്തിട്ട് ഔട്ട്ഫ്ലോ കുറയുമ്പോൾ NPV കിട്ടും. NPV പോസിറ്റീവ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. 2 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഏത് പ്രോജക്റ്റ് ആണോ ഹയസ്റ്റ് NPV തരുന്നത് ആ പ്രോജക്റ്റ് എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. താങ്ക് യു.